ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു ഓണവിഭവമാണ്. ഓണമൊക്കെ അടുത്ത് വരെയല്ലേ, അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പുളിശ്ശേരി കുറേയധികം നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് ഒരു മധുര പുളിശ്ശേരിയാണ്. ഒരു മധുരമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ കുറേയധികം ഓണവിഭവങ്ങൾ നമ്മൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം തന്നെ നല്ല വിഭവങ്ങളാണ്. അതുപോലെ നമ്മൾ കുറേ ഷോർട്സ് വീഡിയോ ഒക്കെ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്, ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ മധുര പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. പുളിശ്ശേരിക്കായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങ 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിൽ വെച്ചും കുക്ക് ചെയ്യാം. ഞാനിത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുക്കറിൽ വെച്ച് കുക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. വെള്ളം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി 2 അല്ലെങ്കിൽ 3 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പൈനാപ്പിളും വെള്ളരിയെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാനിലേക്കോ കടായിലേക്കോ മാറ്റാം. പുളിശ്ശേരിക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക് 1 ചേർത്താൽ മതി. നമ്മൾ നേരത്തെ പച്ചമുളക് ചേർത്തിട്ടുള്ളതാണ് കുക്ക് ചെയ്യുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അരപ്പ് ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തൈര് ചേർക്കാനുള്ളതാണ്. കൂടുതൽ വെള്ളം പോലെ ആയി പോകരുത്. കുറച്ച് തിക്കായിട്ട് വേണേൽ കറി ഇരിക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കണം. കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചാൽ മതി. ആ സമയത്തൊന്ന് ഇളക്കി കൊടുക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര് ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കണം. കൂടുതൽ പുളിക്കാത്ത തൈരാണ് കൂടുതൽ ടേസ്റ്റ്. തൈര് ചേർത്ത് കഴിഞ്ഞ് പിന്നീട് കറി തിളക്കാൻ അനുവദിക്കരുത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൈയെടുക്കാതെ ഇളക്കി പുളിശ്ശേരി ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി. തൈര് ചേർത്ത് കഴിഞ്ഞ് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞും കുറച്ച് സമയം നല്ലപോലെ ഇളക്കി കൊടുക്കണം. പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഒരു ചെറിയ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ കൂടി പോകരുത്. കടുക് ഉലുവയെല്ലാം നല്ലപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയതും കൂടെ ചേർത്ത് മൂപ്പിക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കണം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഇത് പുളിശ്ശേരി ചേർക്കുമ്പോഴത്തേക്കും പുളിശ്ശേരിക്ക് നല്ലൊരു കളർ കിട്ടും. ഇനി കടുക് വറുത്തെടുത്തത് പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ മധുര പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്